ഇന്നത്തെ നമ്മുടെ IPO അല്ല, ഒരു FPO ആണ്. കമ്പനിയുടെ പേര് CFF ഫ്ലൂയിഡ് കൺട്രോൾ ലിമിറ്റഡ്. സോ FPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടല്ല അവർ ഷെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ ഓൾറെഡി 2023 അവരുടെ ആദ്യത്തെ IPO അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു കമ്പനി ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. സോ ഈ FPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർദർ പബ്ലിക് ഓഫർ എന്നാണ് അതിനർത്ഥം. അതിൻ്റെ അർത്ഥം പിന്നീട് എപ്പോഴെങ്കിലും ആ ലിസ്റ്റായ കമ്പനിക്ക് പിന്നെയും ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ മണിയുടെ അല്ലെങ്കിൽ എമൗണ്ടിൻ്റെ ആവശ്യം ഉണ്ടാകുമ്പോൾ അവർ ഒരു സെക്കൻഡ് IPO എന്ന രീതിയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് FPO എന്ന് പറയുന്നത്. സോ ഇത് അവരത് 2023 നടത്തിയത് 85 കോടി രൂപയുടെ IPO ആയിരുന്നു. അന്ന് അതിൻ്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 165 രൂപയായിരുന്നു. അത് ലിസ്റ്റായത് 175 രൂപയിലാണ്. പിന്നെ അതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 900 രൂപ വരെ പോയിട്ടുണ്ട്. ഇനി കമ്പനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിന് വേണ്ടി സബ്മറൈൻസിൻ്റെ മാനുഫാക്ചറിങ്ങും അതിൻ്റെ സർവീസസും ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഈ CFF ഫ്ലൂയിഡ് സിസ്റ്റം. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ ഡിഫൻസിൻ്റെ തന്നെ ഷിപ്പ് യാർഡുകളിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ഷിപ്പ് യാർഡുകളിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണിത്. FPOയെ പറ്റി പറയുമ്പോൾ ഏറെക്കുറെ 87 കോടി 75 ലക്ഷം രൂപയുടെ FPO ആണിപ്പം അപ്ഡേറ്റ് ആയേക്കുന്നത്. ഓപ്പൺ ആയത് ജൂലൈ 9 ക്ലോസ് ആകുന്നത് ജൂലൈ 11 അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ 14 മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2 ലോട്ടുകളാണ്. അത് ഏറെക്കുറെ 2,34,000 രൂപയുടെ പ്രൈസ് വരും. ഫിക്സഡ് പ്രൈസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 585 രൂപയായിരിക്കും ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത്. ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡേറ്റാസ് നോക്കുമ്പോൾ കമ്പനിയുടെ 2023 റവന്യൂ 71 കോടിയും 2024 അത് 106 കോടിയാകുകയും അത് 2025 146 കോടിയാകുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 2023 10.14 കോടിയും 2024 17.09 കോടിയും 2025 23.85 കോടിയുമായിട്ടുണ്ട്. ഇനി കമ്പനിയുടെ നെറ്റ് വർത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 2023 24.99, അതായത് 25 കോടിയുടെ അടുത്തും, അതുപോലെ 2024 125.94 കോടിയും, അതുപോലെ 2025 147.84 കോടിയുമായിട്ടുണ്ട്. സോ നമ്മൾ നോക്കുമ്പം കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 37%, കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 40%, 2024 2025 ഇടയ്ക്ക് കൂടിയിട്ടുണ്ട്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രോക്കറും അല്ല. ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസിന് മാത്രം. സോ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നല്ലപോലെ പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. താങ്ക്